നമസ്കാരം. ഞാൻ കാവാലം ശശികുമാർ. കേരളം മുങ്ങി മരിക്കുമോ, മുങ്ങിത്താണ് പോകുമെന്നൊക്കെയുള്ള ആശങ്ക എല്ലാ ആൾക്കാർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടനാട് പോലെയുള്ള പ്രദേശങ്ങൾ ജലനിരപ്പിൽ നിന്ന് വീണ്ടും താഴേക്ക് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രചാരണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എന്തൊക്കെ തന്നെയായാലും ശരി, 48 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്താൽ കേരളത്തിലെ പല സ്ഥലങ്ങളും മുങ്ങിക്കൊണ്ടിരിക്കുകയോ അപകടത്തിൽപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥയാണ്. ഇത് കേരളമാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. അത് വായിട്ടടി മാത്രമാകും. വായിട്ടടിക്ക് പകരം രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ചിന്തിച്ച് കേരളത്തിന്റെ ഭാവി സുരക്ഷിതമാക്കേണ്ട ഒരു ജോലി നമ്മുടെ ഓരോ ആൾക്കാരുടെയുമാണെന്നുള്ളതാണ് വാസ്തവം. ഭൂമി കുലുക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം ഇപ്പൊ കേരളത്തിനെ വളരെയേറെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. മഴയത്ത് കരകവിയുകയും വേനൽക്കാലത്ത് വറ്റിപ്പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഭാരതത്തിലെ മിക്കവാറും നദികളുടെയും ഇന്നത്തെ അവസ്ഥ. ഇതിന് കാരണം പലതുണ്ട്. കാലാവസ്ഥയുണ്ട്, പ്രകൃതി ചൂഷണമുണ്ട്, പലതരത്തിലുള്ള നോട്ടപക്ഷികൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതൊക്കെ വേറൊരു ഭാഗം. കുന്നില്ലാത്ത കുട്ടനാടായാലും ശരി, മലകളേറെയുള്ള മലപ്പുറമായാലും ശരി, സ്ഥിതിവിശേഷം വ്യത്യസ്തമല്ല. ഒന്നുകിൽ മണ്ണിടിയും, അല്ലെങ്കിൽ ഉരുളുപൊട്ടും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ മാത്രമല്ല ഈ സ്ഥിതി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആസാമിൽ വെള്ളപ്പൊക്കമായിരുന്നു, അവിടെ നൂറുകണക്കിന് പേര് മരിച്ചു. ആസാം മാത്രമല്ല, പിന്നെ കേരളം, കർണാടകം, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നീ പ്രദേശങ്ങളിലെല്ലാം മഴ മൂലമുള്ള വെള്ളപ്പൊക്കം അതിന്റെ കെടുതി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ രാജസ്ഥാൻ, ഗുജറാത്ത്, തമിഴ്നാട്, ബീഹാർ, UP, ജാർഖണ്ഡ് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ വെള്ളത്തിന്റെ അഭാവം കൊണ്ട് ഒരു വരൾച്ച മൂലമുള്ള അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഭാരതത്തിന്റെ മൊത്തമുള്ള അവസ്ഥ. പക്ഷേ ഈ കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങളുണ്ട്. കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായ ആസൂത്രണമില്ലാത്ത ഒരു പോക്ക് പോകുന്നത് കൊണ്ടാണ്. വികസനം എന്ന് പറഞ്ഞാൽ റോഡ് നിർമ്മാണമാണ്. ആ റോഡ് നിർമ്മാണം നടത്തുന്ന സമയത്ത് കേരളത്തിന്റെ സ്വാഭാവികമായ ഒരു ഗതി ഉണ്ടായിരുന്നു. കേരളം ജലാശയങ്ങളുടെ നാടാണ്. കേരളം ധാരാളം നദികളുള്ള നാടാണ്. ഈ നദികളിലേക്കുള്ള ഒഴുക്ക്, സമുദ്രത്തിലേക്ക് വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം, ആ ചെരിവ്, അതെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഹൈവേ വന്ന സമയത്ത് ഹൈവേക്ക് ഭാരതത്തിൽ മുഴുവൻ ഉള്ളതാണ് നാഷണൽ ഹൈവേ എങ്കിലും കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യാനും ചെയ്യിക്കുവാനുമുള്ള ഒരു ബാധ്യത നമുക്കുണ്ടായിരുന്നു. നമ്മളത് ചെയ്തിട്ടില്ല. നമ്മളെന്ന് പറയുമ്പോൾ നമ്മളെല്ലാം അതിനകത്ത് കുറ്റക്കാരാണ്. സർക്കാരിനെ മാത്രമല്ല പറയുന്നത്, രാഷ്ട്രീയം മാത്രമല്ല പറയുന്നത്, എല്ലാ ആൾക്കാരും അതിനകത്ത് കുറ്റക്കാരാണ്. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. റെയിൽവേയുടെ കാര്യത്തിലുണ്ട്, പാലം പണിയുന്ന കാര്യത്തിലുണ്ട്, ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിലുണ്ട്, ടൗണിന്റെ പ്ലാനിങ്ങിന്റെ കാര്യത്തിലെല്ലാം ഉണ്ട്. ഈ തരത്തിൽ എല്ലാ മേഖലയിലും കൃഷിയുടെ ഉദാഹരണം പറഞ്ഞാൽ കുട്ടനാട്ടിലെ കായൽ പ്രദേശങ്ങളെല്ലാം കൃഷിയിടങ്ങളെല്ലാം മഴക്കാലത്ത് ജലം സംഭരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതെല്ലാം തകരാറിലായിരിക്കുന്നു. ഇപ്പൊ കുട്ടനാട്ടിലെ അപ്പർ കുട്ടനാട് മുഴുവൻ ഏതാണ്ട് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ കേൾക്കുന്നതനുസരിച്ച്. ഈ പ്രാവശ്യം പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മഴയുള്ളത്. ആ മഴയുള്ള ഭാഗത്ത് അവിടെ കാട്ടിലുണ്ടാവുന്ന വനത്തിലുണ്ടാവുന്ന ഉരുൾപൊട്ടൽ, അതിന്റെ വെള്ളം ഒഴുകി വരുന്നത് എല്ലാം കൂടി ചേർന്നിട്ട് അതെല്ലാം കെട്ടിക്കിടന്ന് ഒഴുകി പോകാൻ സംവിധാനമില്ലാത്ത വലിയ നദികളിലൂടെ ഒഴുകി വേമ്പനാട്ട് കായലിലേക്കും കടലിലേക്കും ഒക്കെ ജലം എത്തിച്ചേരേണ്ട സംവിധാനം മുഴുവൻ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇതിന് കാരണം പറഞ്ഞാൽ വികസനത്തിന്റെ പേരിൽ നാം ഉണ്ടാക്കി